എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. നമ്മൾ നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു എന്നറിയാം. കാരണം എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പൂരമായിരുന്നു, പറയായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ അതല്ലാതെയും പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയുള്ള സമയങ്ങളിലൊക്കെ തിരക്ക് തന്നെയാണ്. കാരണം മക്കൾക്ക് പരീക്ഷയാണ്. ഇനി അത് കഴിഞ്ഞ് അവരുടെ എക്സാം കഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോഴും എനിക്ക് ആസ് യൂഷ്വൽ അങ്ങനെ ചെയ്യാനായിട്ട് എപ്പോഴത്തെയും പോലെ അത്ര ഈസിലി അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും തോന്നണില്ല. അപ്പം ഞാൻ പരമാവധി സാധിക്കുന്നിടത്തോളമൊക്കെ സമയം കണ്ടെത്തി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ നാരായണീയം ദശകം 1 കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ദശകം. അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കണം. അതിൽ നാരായണീയം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നല്ലോ. എന്താണ് നാരായണീയം? നാരായണീയം എന്നാൽ നാരായണനെ സംബന്ധിച്ചതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും നാരായണീയം, ഭാഗവതം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ പഠിക്കുന്നത് വഴി നമുക്ക് എന്താണ് പ്രാപ്തമാക്കാൻ സാധിക്കുക? സാക്ഷാൽ ഭഗവാനെ നേടാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ, അതിനെ ഒന്ന് മറക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു. മറ്റു ചിലരാവട്ടെ തൻ്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അതാണെന്ന് കരുതി അങ്ങനെ ആ നാരായണീയത്തിലൂടെയും ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും എല്ലാം ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും, മനുഷ്യനായിട്ട് പിറന്ന നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളെ നേടുക എന്നുള്ളതാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളെ നേടാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇവിടെ പരമമായിട്ടുള്ള പുരുഷാർത്ഥം എന്താണ്? മോക്ഷമാണ്. ഇനി എന്താണ് മോക്ഷം? നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട്. മോക്ഷം എന്നാൽ മോഹത്തിൻ്റെ ക്ഷയമാണ്, അല്ലാതെ മരിച്ചിട്ട് കിട്ടുന്നതല്ല മോക്ഷം. അപ്പോൾ പരമമായ ശാന്തി, സമാധാനം, ഇതെല്ലാമാണ് മോക്ഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് മരിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ജീവിക്കണം, ഓരോരോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും വഴി നമുക്കിതെല്ലാം മനസ്സിലാക്കാനും അതെല്ലാം ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ ആ ഒരു ജീവിത ലക്ഷ്യത്തെ നേടാനും എല്ലാം നമ്മളെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നാരായണീയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നാരായണീയം എന്നാൽ എന്താണ്? നാരായണനെ കുറിച്ചുള്ളതാണ് അല്ലേ? നാരായണനെ കുറിച്ച് നാരായണൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് നാരായണീയം. അപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും വലിയൊരു രത്നം കൊണ്ടാണ് നടക്കുന്നത്. നമ്മളത് അറിയുന്നില്ല, നമ്മളത് കാണുന്നില്ല. എന്താണ് ആ ഒരു വലിയ രത്നം? സാക്ഷാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് നിവസിക്കുന്നത്. ദ്വാരകാവാസിൻ എന്ന് പറയുന്നതിന് പകരം ഹൃദയവാസിൻ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ അഭിസംബോധന ചെയ്യേണ്ടത്. കാരണം നാം ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. അപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ മാത്രമല്ല ഉള്ളത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഭഗവാന്റെ സ്പന്ദനമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും വഴി നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളാണെന്ന് പറഞ്ഞു. ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തെ, ആ സാക്ഷാൽ ഭഗവാൻ എന്ന ലക്ഷ്യത്തെ നേടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിത രീതികൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ലക്ഷ്യത്തിനനുസൃതമായിരിക്കണം നമ്മുടെ മാർഗം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളും ലക്ഷ്യത്തിനോട് അനുബന്ധമായിരിക്കണം. അപ്പോൾ രണ്ടും പരസ്പര ബന്ധിതാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് നേടി എക്സാം പാസ്സാവണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം അല്ലേ? ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ ക്രമപ്പെടുത്താൻ സാധിക്കും? പരമാവധി സമയം പഠിക്കാനായിട്ട് ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, അത്തരത്തിലുള്ള ചാറ്റിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി സമയം കുറച്ച് ചിലവഴിക്കുക. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ജീവിത രീതി കുറച്ചൊന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? പഠനത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുക. അത് നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിലെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ജീവിത രീതി എന്ന് പറയുന്നത് എന്താണ്?
നമ്മുടെ ജീവിത രീതി എന്താണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസൃതമായിരിക്കും. ഇനി സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് പറയണത്? എല്ലാവരുടെയും ഒരേ സ്വഭാവമാണോ? അല്ല, 3 തരത്തിലുള്ള സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. പ്രധാനികളായിട്ടുള്ള സ്വഭാവമുള്ളവരുണ്ടായിരിക്കും. അതായത് വെറുപ്പ്, വിദ്വേഷം, അതുപോലെ ഇഷ്ടമില്ലായ്മ, അങ്ങനെയുള്ള ആ ഒരു ദ്വേഷത്തിൽ നിന്നും പല നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും ഉടലെടുക്കും ഇല്ലേ? അപ്പോൾ അതായത് മറ്റുള്ളവരെ കുറ്റം പറയാം, എല്ലാറ്റിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനായിട്ട് പരസ്പരം സഹകരിക്കാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാറ്റിലും കുറ്റങ്ങൾ കാണാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്താണോ അതുതന്നെയായിരിക്കും നമ്മൾ പുറത്തും കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ച് തന്നെയായിരിക്കും പുറമേയും നമ്മുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഈ ഉള്ളിലുള്ള ചിന്തകളാണ്. അപ്പോൾ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഇത്തരക്കാരെ വിളിക്കുന്നത് എന്താണ്? രാക്ഷസന്മാർ എന്നാണ്. രാക്ഷസന്മാരെന്നാൽ എന്താണ്? രക്ഷന്തി ജനാ അസ്മാത് ഇതി രാക്ഷസഃ. അതായത് ജനങ്ങൾ സ്വയം സംരക്ഷിക്കാനായിട്ട് ഇത്തരക്കാരിൽ നിന്നും അകന്നു നിൽക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് അടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അത്തരക്കാരിൽ നിന്നും ജനങ്ങൾ ഓടി ഒളിക്കുകയാണ്. ഇത്തരത്തിലുള്ള അതല്ലാതെ തലയിൽ 2 കൊമ്പൊക്കെ വെച്ച് ദംഷ്ട്രകളൊക്കെ ഉള്ള വികൃതമായിട്ടുള്ള രൂപങ്ങളെയല്ല രാക്ഷസന്മാരെന്ന് വിളിക്കുന്നത്. രാക്ഷസന്മാരെന്നാൽ അവരുടെ പുറമേയുള്ള ആ ഒരു രൂപം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അവരുടെ ഉള്ളിലുള്ള അശുഭമായിട്ടുള്ള ചിന്തകളെയാണ് ആ ഒരു രൂപം സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരിൽ നിന്നും ജനങ്ങൾ ഓടി ഒളിക്കും. കാരണം ഇവർക്ക് ആധ്യാത്മികമായിട്ട് യാതൊരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാവില്ല, അധോഗതിയേ ഉണ്ടാവൂ. അപ്പോൾ ഇത്തരക്കാരിൽ നിന്നും പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് ദ്വേഷപ്രധാന സ്വഭാവമുള്ളവർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു തരം ആളുകളുണ്ട്. അവരാണ് കാമപ്രധാന സ്വഭാവങ്ങളുള്ളവർ. അതായത് ഇവർക്ക് എന്തായിരിക്കും? ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് ആർക്കും ഇവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുക, സിനിമയ്ക്ക് പോവുക, അതുപോലെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങുക. ആരും ഉപദ്രവിക്കൊന്നുമില്ല. അവരുടേതായിട്ടുള്ളൊരു ലൈഫിൽ അവരങ്ങനെ എൻഗേജ്ഡായിട്ട് ഈ ഒരു ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വസുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച് ആ ഒരു കാമപൂർത്തീകരണത്തിനായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ആധ്യാത്മിക മാർഗത്തിൽ താഴ്ച ഉണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും ജീവിതത്തിന് കൊടുക്കില്ല. അതായത് ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് പിന്നാലെ പായുന്ന ആളുകളായിരിക്കും അവർ. മനസ്സിനെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതായത് ബുദ്ധിയെ അഴിച്ചുവിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ പറയുന്ന പേരാണ് അസുരന്മാർ. അസുരന്മാരെന്നാൽ അസുഷു രമതേ ഇതി അസുര, അസുഷുഹു രമതേ ഇതി അസുര. അതായത് അസുക്കളിൽ രമിക്കുന്നവരാരാണോ, അസുക്കൾ എന്നാൽ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ദ്രിയങ്ങളിൽ ആരാണോ രമിക്കുന്നത് അവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, ശബ്ദ സ്പർശ രൂപ രസഗന്ധമായിട്ടുള്ള അത്തരത്തിലുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതൊക്കെയാണല്ലോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അതിന് പിന്നാലെ പോകുന്നവർ, അത്തരത്തിലുള്ള ആളുകളാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു പരമമായിട്ടുള്ള ലക്ഷ്യമോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. സുഖിച്ച് നടക്കുക, ജീവിക്കുക, ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. കാമപൂർത്തീകരണങ്ങളെല്ലാം വേണം, പക്ഷേ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അതായത് വെറും ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ആവരുത്. എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കണം. അതോടൊപ്പം അതിലെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്, അതല്ലാതെ ഇന്ദ്രിയങ്ങളിൽ പരിപൂർണമായും രമിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ആ ഒരു സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാ സുഖങ്ങളെയും നമ്മൾ അനുഭവിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ സത്സംഗങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള അസുരന്മാരുടെ ഗണത്തിൽ പെടില്ല, ഇല്ലേ? ഇനി അടുത്തതാണ് മൂന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ജ്ഞാനപ്രധാന സ്വഭാവികളാണ്.
ഈ ജ്ഞാനപ്രധാന സ്വഭാവികൾ എങ്ങനെയുള്ളവരായിരിക്കും? അവർക്ക് ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം. അവനവനെക്കുറിച്ചുള്ള അറിവ്, ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഭഗവാനിലേക്ക് എങ്ങനെ എത്താം, ആരാണ് ഞാൻ? പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട് അല്ലേ? അതായത് ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഈ ശരീരം അല്ല ഞാനെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഞാൻ എവിടെയാണ്? പലപ്പോഴും പലരും, അതായത് നല്ല വലിയ വലിയ ചിന്തകന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിതെല്ലാം. അപ്പോൾ സ്വയം നമ്മൾ അറിയാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നത്? കാരണം അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ആരാണ് ഭഗവാൻ? എവിടെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഇത്തരത്തിലുള്ള അറിവുകൾ നേടാനായിട്ട് നമ്മൾ ഓരോരുത്തരും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഭഗവാനിലേക്ക് എങ്ങനെ എത്താം? ആരാണ് യഥാർത്ഥത്തിൽ ദേവന്മാർ? ആരാണ് ദേവന്മാർ എന്ന് പറയുന്നത്? ജ്ഞാനത്തിൽ രതിയുള്ളവരാരാണോ അവരാണ് ദേവന്മാർ. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ദേവന്മാരാണ്. അപ്പോൾ ഇത്തരക്കാരായിട്ടുള്ള ജ്ഞാനപ്രധാന സ്വഭാവമുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ദേവന്മാർ എന്ന്. അവരെവിടെയാണ് രമിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്തിനോടായിരിക്കും രതി ഉണ്ടായിരിക്കുക, ആഗ്രഹം ഉണ്ടായിരിക്കുക? ജ്ഞാനം നേടാനായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുക. ഇത്തരക്കാരിൽ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരിക്കും. ഇവർക്ക് മോക്ഷപ്രാപ്തി വളരെ ലളിതമായിരിക്കും. ഇവർ സദാ തപസ്വികളായിരിക്കും. തപസ് എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള തപസ്. ഇപ്പോൾ സത്യയുഗത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, തപസ് കൊണ്ടേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ഇപ്പോൾ അനേക വർഷങ്ങളെല്ലാം തപസ് ചെയ്തിട്ടുള്ള മഹർഷിമാരെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ തപസ് എന്ന് പറയുന്നത് ഈ ഒരു കലിയുഗത്തിൽ അതുപോലെയുള്ള തപസ് നമുക്ക് അനിവാര്യമാണോ? അല്ലെങ്കിൽ നമുക്കത് സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം തപസ് എന്ന് പറയുന്നത്? നമ്മൾ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്താലും, അതായത് ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ അല്ലെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താൽ ഇതെല്ലാം തപസ്സായിരിക്കും അല്ലേ? ആ ഒരു തപസ് നമ്മൾ ഈ ജ്ഞാനപ്രധാന സ്വഭാവികളായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു തപസ്സായിരിക്കും എപ്പോഴും അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ മാർഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെപ്പോഴും മനനം ചെയ്യും, കേട്ട കാര്യങ്ങളെയെല്ലാം മനനം ചെയ്യും, വിചിന്തനം ചെയ്യുകയും അതുപോലെ അറിവ് നേടാൻ സദാ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിനെ ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കും. ജ്ഞാനം നേടാനായിട്ട് മനസ്സിനെ അടക്കി ആ ഒരു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്നും എപ്പോഴും ശ്രമങ്ങളുണ്ടായിരിക്കും. ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് എന്താണ്? ശ്രവണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരും ഭഗവാനെക്കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരും ആദ്യം തന്നെ എവിടെയെങ്കിലും കഥകളിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് നമ്മളിൽ ഭക്തി ജനിപ്പിക്കാനായിട്ട് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ശ്രവണമാണ്. ശ്രവണത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ശ്രവണം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ശ്രവണത്തിലൂടെ നമുക്ക് ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഈ സത്സംഗങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശ്രവണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നവവിധ ഭക്തികളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ നവവിധ ഭക്തികളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ശ്രവണമാണ്. ശ്രവണത്തിലൂടെ അനേകം പേർ ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇത്തരം സത്സംഗങ്ങളിലൂടെയൊക്കെ ഈ ശ്രവണത്തിലൂടെയെല്ലാം ഭഗവാനെ നേടാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോഴൊക്കെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്കൊരു സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ആരിൽ നിന്നാണ് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത്? ഇത് കലിയുഗാണല്ലോ, കലിയുടെ പ്രഭാവമാണ് ഇവിടെയും. അതുകൊണ്ട് കലിയിൽ നിന്ന് നമുക്കിവിടെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അപ്പം ജ്ഞാനം നേടാനായിട്ട് നമ്മൾ സദാ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ പരീക്ഷയ്ക്കൊരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി കുറേ ജപിച്ചു, അല്ലെങ്കിൽ കുറേ യോഗ ചെയ്തു, അതല്ലെങ്കിൽ കുറേ പൂജകൾ ചെയ്തു. ആ ഒരു കുട്ടിയുടെ ലക്ഷ്യം എന്താണ്? പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്നതോടൊപ്പം ജപവും യോഗയും പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരർത്ഥം ഉണ്ടായിരിക്കും. കർമ്മം ചെയ്യാതെ ഈ കുട്ടി കുറേ പൂജ ചെയ്തു, അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് മാർക്ക് തരും എന്ന് കരുതി മിണ്ടാതിരുന്നിട്ട് കർമ്മം ചെയ്യാതെ യോഗ ചെയ്തിട്ടും ജപിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കർമ്മം എന്താണോ അത് അനുഷ്ഠിച്ചിട്ട് ബാക്കിയെല്ലാം ഭഗവാനിൽ സമർപ്പിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നാരായണനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അങ്ങനെ അറിയുന്തോറും
നമുക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന ഒന്നാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ആ ലക്ഷ്യത്തിലേക്ക് ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സദാ കർമ്മനിരതരായിക്കൊണ്ടേയിരിക്കണം. ഭഗവാൻ എനിക്കെല്ലാം ചെയ്തു തരുമെന്ന് കരുതി പൂജയും ജപവും മാത്രമായിട്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ല. സദാ നമ്മൾ കർമ്മനിരതരായിരിക്കണം. അതോടൊപ്പം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാനുള്ളൊരു മനസ്സും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ മഹാഭാഗ്യവാന്മാരാണ്. ഭഗവാനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർ, ഭഗവാനെ കേൾക്കുന്നവർ, ഭഗവാനെ പ്രാപിക്കാൻ ഏറ്റവും പ്രഥമമായിട്ടുള്ള സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നവർ തന്നെയായിരിക്കും. അതായത് ഇത്തരക്കാർ മഹാഭാഗ്യവാന്മാരായിരിക്കും. ഈ സത്സംഗങ്ങളിലെല്ലാം വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ മഹാഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക്, അതായത് ജ്ഞാനപ്രധാന സ്വഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ഒരു ശ്രവണത്തിലൂടെ ഭഗവാനെ നേടാൻ അവർ ശ്രമിക്കുള്ളൂ. ഇത്തരക്കാർക്കേ അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെല്ലാം എന്താ ചെയ്യുക? പരിഹസിക്കുകയായിരിക്കും. എന്തിനാണ് നിങ്ങൾ ഈ നാരായണീയം കേൾക്കുന്നത്? എന്തിനാ അതൊക്കെ പഠിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ എന്ത് നേടാനാ എന്നൊക്കെ ചിന്തിക്കുന്ന അനവധി ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം ആരായിരിക്കും? നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള അസുരന്മാരും രാക്ഷസന്മാരും അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവത്തിന് ഉടമകളായിരിക്കും. അപ്പോൾ നമുക്കത് ഭഗവാനിലേക്കൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്തരക്കാരായതുകൊണ്ടാണ്? ജ്ഞാനപ്രധാന സ്വഭാവികളായതുകൊണ്ടാണ്. അപ്പോൾ ഈ ജ്ഞാനപ്രധാന സ്വഭാവികളെയാണല്ലോ ദേവന്മാരെന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ദേവന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്, അല്ലേ? അതല്ലാതെ സ്വർഗത്തിൽ എവിടെയോ ഇരുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആളുകളല്ല ദേവന്മാർ. നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ തന്നെ ദേവന്മാരുണ്ട്. അപ്പോൾ നമുക്കവരെ തിരിച്ചറിയാൻ സാധിക്കുക എങ്ങനെയാണ്? ഇത്തരം ജ്ഞാനപ്രധാന സ്വഭാവികളാണോ ഇവർ എന്ന് നോക്കിയാൽ മതിയാകും, ഇല്ലേ? അപ്പോൾ ഈ ജ്ഞാനം നേടാനായിട്ട് നമ്മൾ എന്ത് വേണം? ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഓരോ ദശകവും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നാരായണീയത്തിലെ 2ാമത്തെ ദശകത്തിലേക്ക് പോകാം. 2ാമത്തെ ദശകത്തിൽ എന്താണ് പറയുന്നത്? 2ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ വായിക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഠലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ അർത്ഥം നോക്കാം. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ, ഈ ദശകം 2-ലെ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേശാദിപാദ വർണ്ണനയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സുണ്ടല്ലോ അതെപ്പോഴും ചഞ്ചലാണ്. അതായത് മനസ്സിൽ ഓരോരോ ചിന്തകൾ സദാ വന്നുകൊണ്ടേയിരിക്കും. ഈ കുട്ടിക്കുരങ്ങൻ്റെ പോലെയാണ് മനസ്സെന്ന് പറയും. എപ്പോഴും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി ചാടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ചഞ്ചല മനസ്സിനെ എങ്ങനെ നമുക്ക് പരമാത്മാവിൽ ഏകീകരിക്കാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? ഈ മനസ്സിന് എപ്പോഴും പുറമേയുള്ള വിഷയസുഖങ്ങളിൽ ആസക്തി ഉണ്ടായിരിക്കും. ആ ആസക്തിയിൽ നിന്നെല്ലാം തിരികെ കൊണ്ടുവന്ന് ഭഗവാനിൽ ഏകാഗ്ര ചിത്തമാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ മനസ്സിനൊന്ന് ഡൈവേർട്ട് ചെയ്യണം. അതായത് മനസ്സിൻ്റെ ചിന്ത എപ്പോഴും സുഖങ്ങളിലായിരിക്കും, വിഷയസുഖങ്ങളിലായിരിക്കും. ആ വിഷയസുഖങ്ങളിൽ നിന്നും മറ്റെന്തിലേക്കെങ്കിലും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചാൽ ആ ചിന്തകളിൽ നിന്ന് നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് ഈ കേശാദിപാദ വർണ്ണന, ഭഗവാന്റെ അലങ്കാരങ്ങളെക്കുറിച്ച്. കേശാദിപാദ വർണ്ണന എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭഗവാന്റെ ആ ഒരു ശിരസ് മുതൽ പാദം വരെയുള്ള ആ പാദവർണ്ണനയാണ്. അപ്പം ഇത്തരത്തിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കേശാദിപാദ വർണ്ണന കൊണ്ടൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ ഈ ചഞ്ചലത വെളിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. അതായത് പണ്ട് വിന്ധ്യാപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പൂജാകാര്യങ്ങളിലെല്ലാം വളരെ സമർത്ഥനായിരുന്നു, വളരെയധികം പ്രാവീണ്യമുള്ള ആളായിരുന്നു, ഒരു വേദ പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ആ ഗ്രാമത്തിൽ ഏകദേശം 200ഓളം കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ഗ്രാമമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഗ്രാമവാസികൾ ഇദ്ദേഹത്തിനെ പൂജാകർമ്മങ്ങൾക്കും മറ്റുമായിട്ട് വിളിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം ദക്ഷിണ കിട്ടും. അങ്ങനെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. അദ്ദേഹത്തിന് 14 മക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ആ ഗ്രാമത്തിൽ വലിയൊരു ക്ഷാമം വരികയാണ്. മഴയില്ല, ആഹാര സാധനങ്ങൾ കിട്ടാനില്ല. അങ്ങനെ ആരും പൂജയൊന്നും നടത്താണ്ടിയായി.
അപ്പോൾ ദക്ഷിണയും കിട്ടാതെയായി. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 14 മക്കളും ഉണ്ടല്ലോ, അപ്പോൾ ഈ കുടുംബത്തെ പോറ്റണ്ടേ. അപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു ദക്ഷിണയും കിട്ടുന്നില്ല. അപ്പോൾ ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായപ്പോൾ ആ ഇടയ്ക്ക് ആരോ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു കാട്ടിൽ ഒരു യോഗ്യവര്യനുണ്ട്, പോയിട്ട് കാണാനായിട്ട്. എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്നും കിട്ടാതിരിക്കില്ല. അങ്ങനെ അദ്ദേഹം പോയിട്ട് കാണുകയാണ്, യോഗ്യവരനെ പോയിട്ട് കാണുകയാണ്. അപ്പോൾ പറയും, എന്നെ സഹായിക്കണം, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബത്തിനും മറ്റൊരു വരുമാനമോ മാർഗ്ഗമോ ഒന്നുമില്ല ജീവിക്കാനായിട്ട്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ വര്യനോട് അദ്ദേഹത്തിൻ്റെ പരാതികളൊക്കെ അങ്ങനെ കെട്ടഴിച്ച് വിടുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയും, ശരി, ഒരു മന്ത്രമുണ്ട്, അത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂതം വരും. അപ്പോൾ ആ ഭൂതത്തിനോട് എന്ത് ചോദിച്ചാലും അടുത്ത നിമിഷം ആ ഭൂതം അത് സാധിപ്പിച്ച് തരും. പക്ഷേ ഒന്നുണ്ട്, ഈ ഭൂതത്തിനെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് സദാ പണി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഭൂതം നമ്മളെ പിടിച്ചു തിന്നും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്നൊക്കെ ഇദ്ദേഹം യോഗ്യവര്യൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പക്ഷേ ഈ പൂജാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗ്രാമവും അദ്ദേഹവും ഒരു പട്ടിണിയിലാണ്. ഒന്നും തന്നെ അവർക്ക് കിട്ടാനില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക, ജീവിക്കാനുള്ളൊരു മാർഗ്ഗമാണല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം സമ്മതിക്കണം. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു മന്ത്രം ഉപദേശിച്ചു തരൂ എന്ന് പറയണം. അപ്പോൾ യോഗ്യവര്യൻ ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കും. ഇതൊരു 1,00,000 തവണ ഉരുവിട്ടാൽ എന്ത് സംഭവിക്കും? ഭൂതം പ്രത്യക്ഷപ്പെടും എന്ന് പറയാം. അങ്ങനെ പൂജാരി വളരെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് 1,00,000 തവണ ഇത് ഉരുക്കഴിക്കുകയാണ്. അവസാനം ഭൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും, എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ആദ്യം തന്നെ വേണ്ടത് എന്താണ്? പട്ടിണിയിലാണല്ലോ ഗ്രാമം മുഴുവനും. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് കുറച്ച് ആഹാര സാധനങ്ങൾ വേണമെന്ന് പറയും. അപ്പോൾ ഭൂതം അടുത്ത നിമിഷം ഞൊടിയിടയിൽ തന്നെ ആഹാര സാധനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ എത്തിക്കുകയാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഡൈനിങ് ടേബിള്, പ്ലേറ്റ്, ധാരാളം ഫുഡ്, കൊട്ടാരം പോലെയുള്ള വീട്, പൂന്തോട്ടം, അങ്ങനെ എല്ലാം അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നിമിഷാർദ്ധങ്ങൾ കൊണ്ട് തന്നെ ഈ ഭൂതം എല്ലാം നേടിക്കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കും, ഇനി അടുത്തത് എന്താണ് ചോദിക്കുക. ഓരോരോ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അടുത്ത സെക്കൻഡിൽ തന്നെ അത് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് ചോദിക്കുക എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഇത്രയും കാലം ഈ ഗ്രാമവാസികൾ തന്ന ദക്ഷിണ കൊണ്ടാണല്ലോ താൻ ജീവിച്ചത്. അതുകൊണ്ട് ഈ ഗ്രാമവാസികൾക്കും നല്ല കൊട്ടാരം പോലെയുള്ള വീടും സുഖ സൗകര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഭൂതത്തിനോട് പറയും, എൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നല്ല ഭംഗിയുള്ള വലിയ ഗൃഹങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട സൗഭാഗ്യങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ഭൂതം ഞൊടിയിടയിൽ അതും ചെയ്യും. ഇനി ഒന്നും വരണില്ല, എല്ലാം ഓരോന്നോരോന്നായിട്ട് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും ചോദിക്കാനില്ല. പക്ഷേ ഭൂതത്തിന് പണി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂതം തന്നെ പിടിച്ചു വീഴുന്നു, അല്ലേ? അങ്ങനെ പൂജാരി ആകെ പരിഭ്രാന്തനാവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ യോഗ്യവരൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അപ്പോൾ യോഗ്യവരൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം ഓടുമ്പോൾ പിന്നാലെ ഭൂതവും പോകുന്നുണ്ട്. കാരണം ഭൂതത്തിന് പണി വേണമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒന്നും പണികളൊന്നും കൊടുക്കുന്നില്ല, ഇദ്ദേഹത്തെ പിടിച്ച് തിന്നാമെന്നുള്ള രീതിയിൽ ഭൂതവും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഓടി യോഗ്യവരൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തോട് ചോദിക്കും, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം? അപ്പോൾ യോഗ്യവരൻ പറയും, ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ, ഇതിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ എന്താ പറയുക, വെറുതെ ഇരിക്കില്ല. ആരാണോ ഇദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെടുത്തിയത് അവരെ പിടിച്ച് തിന്നുകളെ. അപ്പോൾ പറയും, ശരി, എന്തായാലും ഒരു പരിഹാരമുണ്ട്, അത് ചെയ്തു നോക്കൂ എന്ന് പറയാണ്. എന്നിട്ട് പറയും, ഈ ഭൂതത്തിനോട് പറയാം ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ മേലേക്ക് കയറും ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ സദാ കയറി ഇറങ്ങുകയും ചെയ്യാം. ഞാൻ പറയുന്നത് വരെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ഭൂതത്തിന് സ്ഥിരമായിട്ട് പണിയായല്ലോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറി ഇറങ്ങുമ്പോൾ ഭൂതം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഇദ്ദേഹം നിർത്താൻ പറയുന്നുണ്ടോ. ഇദ്ദേഹത്തിനൊരു ഭാവഭേദവും ഇല്ല. ഇദ്ദേഹം കയറിക്കോളൂ ഇറങ്ങിക്കോളൂ എന്നുള്ള ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്, വേറെ ഒന്നും തന്നെ പറയണില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വരെയും ഈ ഭൂതം എന്ത് ചെയ്യണം? ഈ പോസ്റ്റിൻ്റെ മേലെ കയറി ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മനസ്സെന്നാണ് പറയുന്നത്. എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ നമ്മൾ വ്യാപൃതരായിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഈ ഒരു ഭൂതത്തെ പോലെയാണ്, എന്തെങ്കിലും പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ മോശമായിട്ടുള്ള ചിന്തകളും വിഷയസുഖങ്ങളും അനാവശ്യമായിട്ടുള്ള താല്പര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോവുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ എവിടെയും പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കാണുന്നത് വഴി നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു മനസ്സിനെ കുറച്ച് നേരത്തേക്കെങ്കിലും പിടിച്ചു കെട്ടാൻ സാധിക്കും. അതിനാണ് ഈ കേശാദിപാത വർണ്ണനയൊക്കെ ഇവിടെ പറയുന്നത്. മനസ്സിനൊരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. സൂര്യസ്പർദ്ധി കിരീടം. അപ്പോൾ ഭഗവാന്റെ കേശാദിപാത വർണ്ണനയാണല്ലോ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ കിരീടം എങ്ങനെയാണെന്നാണ് പറയുന്നത്. സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ വളരെ വളരെ പ്രഭയുള്ളതാണല്ലോ സൂര്യൻ. ഈ സൂര്യന് പോലും സ്പർദ്ധ തോന്നുന്ന കിരീടമാണെന്നാണ് പറയുന്നത്. അതായത് അസൂയ തോന്നുന്ന തരത്തിലുള്ള കിരീടം അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് ഭഗവാന്റെ ശിരസിൽ. ഊർധ്വ തിലക പ്രോദ്ഭാസി ഭാലാന്തരം. ഊർധ്വം എന്നാൽ എന്താണ്? മുകളിലേക്ക്. തിലകം എന്താണ്? കുറി അല്ലേ? ഭഗവാന്റെ കുറിയെക്കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ്? മുകളിലേക്കുള്ള കുറി എങ്ങനെയാണ്? പ്രോദ്ഭാസി ഭാലാന്തരം, മുകളിലേക്ക് മുഖമായിട്ടുള്ള തിലകം, അതായത് ഭഗവാന്റെ ഗോപിക്കുറി. അതെങ്ങനെയാണ്? പ്രകാശിക്കുന്ന നെറ്റിയുടെ മധ്യത്തിൽ അതങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്. കാരുണ്യാകുല നേത്രം. ഭഗവാന്റെ നേത്രം എങ്ങനെയാണ്? കാരുണ്യാകുല നേത്രം എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ശിരസിൽ സൂര്യനോട് മത്സരിക്കുന്നതായിട്ടുള്ള കിരീടമുണ്ട്. നെറ്റിത്തടം എങ്ങനെയാണ്? പഞ്ചമിചന്ദ്രനെ പോലെയാണ്. അതായത് ആ ഒരു നെറ്റിത്തടത്തിന് നടുവിലായിട്ട് ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഗോപിക്കുറിയുണ്ട്. താഴെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുകളെ കുറിച്ച് പറയാണ്. അതായത് ഭക്തന്മാരുടെ നേർക്ക് കൃപ കൊണ്ടുള്ള ആകുലമായിട്ടുള്ള നേത്രമാണ് ഭഗവാന്റേത്. അതായത് ഭഗവാന് സദാ എപ്പോഴും ചിന്ത എന്താണ്? തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കണം, തൻ്റെ ഭക്തന്മാർക്ക് നന്മയുണ്ടാവണം, അവരോടുള്ള കാരുണ്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുകൾ, നേത്രം. ഇവിടെ ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കാത്തതായിട്ട് ആരാണുള്ളത്? നാം ഓരോരുത്തരും അതിനെല്ലാം അനുഗ്രഹീതരാണ് അല്ലേ? ഓരോ സമയവും സദാസമയവും ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. നമ്മൾ ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ പ്രഹ്ലാദൻ ഭഗവാന്റെ ഉത്തമനായിട്ടുള്ളൊരു ഭക്തനാണ്. അപ്പോൾ വധിക്കാനായിട്ട് അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു പഠിച്ച പണി 18 നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ എല്ലായിടത്തും ഭഗവാൻ എത്തി പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതായിട്ട് കാണാം. അഗ്നിയിലിട്ടാലോ പൊള്ളില്ല. ഇനി സമുദ്രത്തിൽ കൊണ്ടിടുന്നുണ്ട്. സമുദ്രത്തിൽ കൊണ്ടിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമുദ്രത്തിൽ പൊന്തി കിടക്കുകയാണ്. പിന്നെ നാഗങ്ങളെ കൊണ്ട് കടിച്ച് വിഷം തീണ്ടി മരിക്കട്ടെ എന്ന് കരുതിയിട്ട് നാഗങ്ങളെ കൊണ്ട് ദംശിപ്പിക്കുന്നുണ്ട്. അവിടെയും പ്രഹ്ലാദന് വിഷമൊന്നും ബാധിക്കുന്നില്ല. മുകളിൽ നിന്ന്, അതായത് വലിയൊരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് എറിയുന്നുണ്ട്. അപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വാളെടുത്ത് തല വെട്ടാൻ നോക്കും. വാള് തെറിച്ചു പോയി എന്നല്ലാണ്ട് പ്രഹ്ലാദനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. കുന്തെടുത്തിട്ട് ശരീരത്തിൽ കുത്താൻ ശ്രമിച്ചു. ശരീരത്തിൽ മുറിവേൽക്കുന്നില്ല. അങ്ങനെ പലതരത്തിലും പ്രഹ്ലാദനെ, സ്വന്തം പുത്രനായിട്ട് പോലും പ്രഹ്ലാദനെ നശിപ്പിക്കാനായിട്ട്, വധിക്കാനായിട്ട് ഹിരണ്യകശിപു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഫലം കാണുന്നില്ല. അങ്ങനെ അവസാനം നരസിംഹമായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്, ഹിരണ്യകശിപുവിനെ വധിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ പലരും വന്ന് സ്തുതിക്കുന്നുണ്ട് ഭഗവാന്റെ ഈ ഒരു ഭഗവാന്റെ ആ ഒരു തീവ്രമായിട്ടുള്ള മുഖം കാണാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അത്രയും ദേഷ്യമായിട്ട്, അതായത് ഹിരണ്യകശിപുവിനോടുള്ള ഒരു രോഷമാണ് ഭഗവാന്റെ മുഖത്ത് കാണാൻ സാധിക്കുക. അങ്ങനെ സനകാദികൾ സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു പാർഷദന്മാർ, രുദ്രൻ, ഗന്ധർവന്മാർ, കിന്നരന്മാർ ലക്ഷ്മി ദേവിയെ കൊണ്ടുവന്ന് നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും ആരൊക്കെ സ്തുതിച്ചിട്ടും ഭഗവാൻ ശാന്തനാവുന്നില്ല. അപ്പോൾ അവസാനം ബ്രഹ്മാവിന് തോന്നി, പ്രഹ്ലാദന് വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ ഈ ഒരു നരസിംഹ രൂപം എടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഒതുങ്ങണമെങ്കിൽ, അതായത് ഭഗവാന് ശാന്തനാവണം എന്നുണ്ടെങ്കിൽ പ്രഹ്ലാദൻ തന്നെ വിചാരിക്കേണ്ടി വരും. അങ്ങനെ പ്രഹ്ലാദൻ സ്തുതിക്കുകയാണ് ഭഗവാനെ. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. അങ്ങനെ ആ സ്തുതിയിൽ ഭഗവാൻ അലിഞ്ഞില്ലാതാവാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യം ഭഗവാൻ കൊടുക്കുന്നത് എപ്പോഴും ആർക്കാണ്? തൻ്റെ ഭക്തർക്കാണ്. അങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ച് ഭഗവാൻ പ്രഹ്ലാദന് എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അനവധി കഥകൾ, ഭഗവാന്റെ കാരുണ്യം നേടിയിട്ടുള്ള അനവധി കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ കാളിയൻ്റെ ആ ഒരു അഹങ്കാരം നശിപ്പിക്കാനായിട്ട് ഭഗവാൻ ഓരോ ഭണങ്ങളിലും ചവിട്ടുന്നുണ്ട്. നൃത്തം വെച്ചുകൊണ്ട് ഓരോ ഭണത്തിലും ചവിട്ടി അവൻ്റെ അഹങ്കാരം നശിപ്പിക്കുന്നുണ്ട്. അവസാനം ഈ നൃത്തം ചെയ്ത് കാളിയൻ്റെ ശിരസിൽ നിന്നും രക്തം വമിച്ചു തുടങ്ങി. പിന്നെ നാഗപത്നിമാർ വന്നിട്ട് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്, ഇപ്പോൾ കാളിയൻ മരിച്ചതുപോലെയാണ്, ഞങ്ങളെ വിധവകളാക്കല്ലേ ഭഗവാനെ എന്ന് പറയുമ്പോൾ ആ ഭക്തരോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ കാളിയനെ ജീവിപ്പിക്കുകയാണ്. അതുപോലെ അംബരീഷിൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദുർവാസാവ് മഹർഷി അദ്ദേഹത്തെ ശപിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ സുദർശന ചക്രം കൊണ്ട് ഭഗവാന്റെ സുദർശനം
ഈ ദുർവാസാവ് മഹർഷിയെ സർവ്വലോകങ്ങളിലേക്കും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുദർശനത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് കൈലാസത്തിലും ബ്രഹ്മലോകത്തിലും വിഷ്ണുലോകത്തിലും എല്ലാം ഓടി നടക്കുന്നുണ്ട് ദുർവാസാവ് മഹർഷി. എവിടെ നിന്നും രക്ഷ കിട്ടാതാവുമ്പോൾ ഭഗവാൻ പറയാണ്, സുദർശനത്തിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലില്ല, എൻ്റെ ഭക്തൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് യാചിച്ചോളൂ, അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ സുദർശനം തിരികെ എൻ്റെ കൈകളിലേക്ക് എത്തും, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാന്റെ സർവ്വ അധികാരങ്ങളും ഭക്തന് കൊടുത്തുകൊണ്ട് ഭക്തനെ വലുതാക്കുകയാണ് ഇവിടെ ഭഗവാൻ. അതുപോലെ ദ്രൗപദിയുടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദുശാസനൻ അപമാനിച്ചപ്പോൾ സ്വന്തം ശക്തി കൊണ്ട് പലതവണ ദ്രൗപദി തടയാൻ ശ്രമിച്ചു. സാരി പിടിച്ച് വെച്ച് കൊണ്ട് നോക്കി, തൻ്റെ ബലം ഉപയോഗിച്ച് അവനെ തടയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊന്നും എന്ത് സംഭവിച്ചില്ല, ഇതിനൊന്നും സാധിക്കുന്നില്ല. അവസാനം സർവ്വ നിയന്ത്രണവും വിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. എനിക്ക് ഇനി തടഞ്ഞു നിൽക്കാൻ സാധിക്കില്ല, എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്നുള്ള ബോധ്യം വന്നപ്പോൾ എല്ലാം വിട്ട് കളഞ്ഞുകൊണ്ട് സർവ്വവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ശരണം പ്രാപിക്കുകയാണ്. ദ്വാരകാവാസിൻ എന്ന് വിളിച്ചുകൊണ്ട് ദ്രൗപദി ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എന്നെ ദ്വാരകാവാസിൻ എന്ന് വിളിച്ചത് കൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട് സമയം വേണ്ടേ, നേരെ മറിച്ച് എന്നെ ഹൃദയവാസിൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്രയും എളുപ്പത്തിൽ ഇവിടെ എത്താമായിരുന്നു. അപ്പോൾ ദ്വാരകയിലുള്ള ഭഗവാനെയാണ് വിളിച്ചത്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്നില്ല അല്ലേ. ഇനി അതുപോലെ കാട്ടിലെ ദുർവാസാവ് മഹർഷിയും 10,000-ഓളം ശിഷ്യന്മാരും വരുന്നുണ്ട്. അപ്പോൾ അക്ഷയപാത്രത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ ദ്രൗപദി അപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. ഭഗവാനെ ദുർവാസാവ് മഹർഷി വരുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം. അതിന് അക്ഷയപാത്രത്തിൽ ദ്രൗപദി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അക്ഷയപാത്രം നൽകില്ല. അവസാനം കഴിക്കുന്നത് എപ്പോഴും ദ്രൗപദിയായിരിക്കും. ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതിനുശേഷം അക്ഷയപാത്രം ഒന്നും തന്നെ തരില്ല. ഇനി എങ്ങനെ ദ്രൗപദി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും വരുന്നത്. ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? അങ്ങനെ ഭഗവാനെ സ്മരിച്ചപ്പോഴേക്കും ഭഗവാൻ എത്താണ്. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചീര ഇല കഴിച്ചുകൊണ്ട് ഭഗവാൻ തൃപ്തനാവുകയാണ്. ആ ഭഗവാന്റെ തൃപ്തി എല്ലാവരും ഒരേപോലെ അനുഭവിക്കുകയാണ്. അപ്പോൾ അവിടെയും ദ്രൗപദിയെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ എത്തിച്ചേർന്നു. അതുപോലെ കുന്തിദേവിയെ നമുക്കറിയാം. കുന്തിദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ അച്ഛൻ പെങ്ങളാണ്. അപ്പോൾ കുന്തിദേവി എത്രയോ ദുഃഖം അനുഭവിച്ചു. കുന്തിദേവിയുടെ മക്കൾ എത്രമാത്രം ദുഃഖം അനുഭവിച്ചു. അപ്പോഴും കുന്തിദേവി പ്രാർത്ഥിച്ചത് സദാ ദുഃഖം തരൂ ഭഗവാനെ, ആപത്ത് തരൂ ഭഗവാനെ എന്നാണ്. കാരണം ഓരോ തവണയും ദുഃഖങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭഗവാനെ സ്മരിക്കുക. ഭഗവാനോടുള്ള സ്മരണ സദാ ഉണ്ടാവണം. ഭഗവാനെ മറക്കാതിരിക്കാനായിട്ടാണ്, ഭഗവാന്റെ ചിന്തയിൽ ഓരോ നിമിഷവും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് ദുഃഖം തരൂ എന്ന് പറയുന്നത്. അതുപോലെ സദാ ഭഗവത് ചിന്തയിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് ദുഃഖം ആവശ്യപ്പെടുന്നത് കുന്തിദേവി. പിന്നെ അതുപോലെ പൂന്താനം, ജ്ഞാനപ്പാന രചിച്ചിട്ടുള്ള പൂന്താനത്തെ നമുക്കറിയാമല്ലോ. ഭാഷാ പണ്ഡിതനായിട്ടുള്ള അതായത് പൂന്താനം ജ്ഞാനപ്പാന രചിച്ചപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് തെറ്റ് തിരുത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഭട്ടതിരിയെ സമീപിക്കുന്നുണ്ട്. നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിയെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മലയാള ഭാഷയിൽ അത്ര പാണ്ഡിത്യമില്ല. അദ്ദേഹം ഒരു സംസ്കൃത കവിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മറ്റേതെങ്കിലും ഭാഷാ പണ്ഡിതന്മാരെ കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുക്കുന്നുണ്ട് ഭഗവാൻ. അതായത് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭക്തൻ്റെ സങ്കടം ഒരിക്കലും ഭഗവാന് സഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനത്തോട് ക്ഷമയാചിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്ലോകത്തെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുചേല ബ്രാഹ്മണൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദ്വാരകയിൽ അദ്ദേഹം എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു രാജകൊട്ടാരത്തിലെത്തുന്നത്. അവിടെ ആ മുഷിഞ്ഞ അവൽപ്പൊതി അത് 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുക്കുകയാണ്. അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാം സമർപ്പിക്കുകയാണ്. ഭക്തനോടുള്ള വാത്സല്യം സദാ ഭഗവാന്റെ കണ്ണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയും ഹൃദയവിശാലതയോടുകൂടി ഭക്തനെ സ്നേഹിക്കുന്ന ഒരു ഭഗവാനെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും? നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യാകുല നേത്രം, അത് മാത്രം മതി. നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ആ ഒരു ഭഗവാൻ മാത്രമാണ് എന്നുള്ള ഒരു സ്മരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്തത് എന്താണ്? ആർദ്ര ഹസിതോല്ലാസം.
അതായത് ആർദ്രം എന്നാൽ എന്താണ്? നനവുള്ളത്. ഹസിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അതായത് ഭഗവാന്റെ ഈ കണ്ണുകൾക്ക് താഴെയായിട്ട് നമുക്ക് എപ്പോഴും എന്ത് കാണാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരു നനവുള്ള പുഞ്ചിരിയുടെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. സുനാസാപുടം എന്നാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ നാസികയുടെ അഗ്രം എങ്ങനെയാണ്? മനോഹരമായിട്ടുള്ള ആകൃതി. അതായത് എങ്ങനെയാണ് ബ്രഹ്മാവ് ഇത്ര മനോഹരമായിട്ട് ഭഗവാന്റെ ആ ഒരു നാസികയുടെ ദ്വാരങ്ങൾ, 2 ദ്വാരങ്ങളുണ്ടല്ലോ, ആ ദ്വാരങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ ദ്വാരങ്ങൾ കടഞ്ഞെടുത്തിരിക്കുന്നത് ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. ഭഗവാന്റെ കർണങ്ങളില്, ചെവികളില് ഭഗവാൻ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ ഏതുപോലെയാണെന്നാണ് പറയുന്നത്? മകര മത്സ്യത്തിൻ്റെ ശോഭയുള്ള കുണ്ടലങ്ങൾ, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങളാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. കണ്ഠോജ്വലത് കൗസ്തുഭം. കണ്ഠത്തിൽ എന്താണ്? കഴുത്തിൽ എന്താണ്? കൗസ്തുഭമണിയാണ്. അതായത് പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ചിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു രത്നമാണ് കൗസ്തുഭം. ആ കൗസ്തുഭം ആർക്കാണ് ലഭിച്ചത്? ഭഗവാന് ഇന്ദ്രൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കൗസ്തുഭമണി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ജ്വലിക്കുന്നുണ്ട്. വനമാല്യ ഹാരപടല ശ്രീവത്സദീപ്രം. അതായത് വനമാല, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ എപ്പോഴും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മനോഹരമായിട്ടുള്ള വനമാല ഉണ്ടായിരിക്കും. ഈ വനമാല എന്ന് പറയുന്നത് 5 തരം പുഷ്പങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തുളസി, മുല്ല, പിച്ചി, പവിഴമല്ലി, മന്ദാരം, ഇതുകൊണ്ടാണ് ഈ വനമാല ഉണ്ടാക്കുന്നത്. ഇത് ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ വനമാല ഉണ്ടല്ലോ, ഇതിൻ്റെ മധ്യത്തിലായിട്ട് കടമ്പ വൃക്ഷത്തിൻ്റെ പൂവുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള വനമാല, അതുപോലെ ഹാരപടലം, ശ്രീവത്സം, ഇതൊക്കെ അങ്ങനെ ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ ശോഭിക്കുകയാണ്. ഇനി അതുമാത്രമല്ല, എന്താ പറയുന്നത്, താഴെ വക്ഷസ്സിൽ എന്തുണ്ടെന്നാണ് പറയണത്? ശ്രീവത്സം എന്ന മറുകുണ്ട്. ഭൃഗുമഹർഷി നൽകിയിട്ടുള്ള ആ ഒരു ശ്രീവത്സം അല്ലേ? നമ്മൾ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ശ്രീവത്സത്തിൻ്റെ കഥ വിശദമായിട്ട് നമ്മൾ നാരായണീയം ആദ്യത്തെ ദശകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചവിട്ടിയിട്ടുള്ള ഒരു പാടാണ്, ഭൃഗുമഹർഷി ചവിട്ടിയിട്ടുള്ള പാടാണ് ശ്രീവത്സം എന്ന മറുകായിട്ട് അദ്ദേഹത്തിൻ്റെ വക്ഷസ്സിലുള്ളത്. അവിടെയാണ് ശ്രീലക്ഷ്മി, മഹാലക്ഷ്മിയുടെ വാസസ്ഥലം. അപ്പോൾ ഇവിടെ ഈ ശ്രീവത്സം, ഹാരപടലം, വനമാല, ഇതെല്ലാം ഉണ്ട് ഭഗവാന്റെ ശരീരത്തിൽ. ത്വദ്രൂപം, അങ്ങനെയുള്ള അങ്ങയുടെ രൂപത്തെ, നിന്തിരുവടിയുടെ രൂപത്തെ ഭജേ, ഞാൻ ഭജിക്കുന്നു. സൂര്യനോട് മത്സരിക്കുന്ന, അതായത് സൂര്യന് പോലും അസൂയയുണ്ടാക്കുന്ന തരത്തിലുള്ള കിരീടമാണ് അങ്ങയുടേത്. ഇനി ഗോപിക്കുറി കൊണ്ട് തിളങ്ങുന്ന നെറ്റിത്തടത്തിന്റെ മധ്യത്തിലായിട്ട് കാരുണ്യം കൊണ്ട് പരവശമായിട്ടുള്ള നേത്രങ്ങളെ കാണാൻ സാധിക്കും. ഭക്തരോടുള്ള അതിതീവ്രമായിട്ടുള്ള സ്നേഹവും കാരുണ്യവും ജ്വലിക്കുന്ന നേത്രങ്ങളെ കാണാൻ സാധിക്കും. മൃദുവായിട്ടുള്ള അങ്ങയുടെ മന്ദഹാസം, സദാ അങ്ങയുടെ മുഖത്ത് ആ ചുണ്ടില് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. പുഞ്ചിരി മാഞ്ഞിട്ടുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഭഗവാനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും. ഇനിയോ പ്രകാശം കലർന്നതും മനോഹരമായിട്ടുള്ള ആ ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അങ്ങയുടെ ആ നാസിക എങ്ങനെയാണ്? ബ്രഹ്മാവ് കടഞ്ഞെടുത്തതാണെന്നാണ് പറയുന്നത്. മകരാകൃതിയിലുള്ള കുണ്ടലങ്ങൾ, രത്നപ്രഭ പ്രതിഫലിപ്പിക്കുന്ന ആ കഴുത്തിലുള്ള കൗസ്തുഭമണി, അതിൻ്റെ പ്രകാശം കൊണ്ട് വനമാലയും ഹാരപടലവും ശ്രീവത്സവും എല്ലാം ആ പ്രകാശം കൊണ്ട് ജ്വലിക്കാണ്. അങ്ങനെയുള്ള അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു ഭഗവാനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. അവർണ്ണനീയമായിട്ടുള്ള സൗന്ദര്യമാണ് ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമുക്ക് ദർശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി സാധാരണയായിട്ട് ദേവന്മാരെ കേശാദിപാദായിട്ടും പാദാദികേശായിട്ടൊക്കെ വർണ്ണിക്കാറുണ്ട്. ഇവിടെ കേശാദിപാദാണ്. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് കേശാദിപാദത്തിലാണ്. ഇവിടെ സൂര്യനോട് സ്പർദ്ധയുണ്ടാകുന്ന തരത്തിൽ മത്സരിക്കുന്ന തരത്തിലുള്ള ആ ഒരു കിരീടത്തിന്റെ പ്രകാശമാണ് ആദ്യമായിട്ട് കണ്ണിൽ പെടുന്നത്. അത്യുജ്വലമായിട്ടുള്ള ആ പ്രകാശത്തിന് കീഴില് ഭഗവാന്റെ നെറ്റി കാണുന്നുണ്ട്. ഇനി അതിൻ്റെ മധ്യത്തിൽ അണിഞ്ഞിട്ടുള്ള ആ ഒരു ഊർധ്വതിലകം, അത് എത്ര ഭംഗിയുണ്ടെന്നാണ് പറയുന്നത്. ഊർധ്വതിലകം പ്രോദ്ഭാസി എന്നാണ് അതിനെ വർണ്ണിക്കുന്നത്. ഊർധ്വതിലകത്തിന് ആ നെറ്റി ശോഭ നൽകുന്നു എന്നാണ് പറയുന്നത്. നെറ്റിക്ക് താഴെയുള്ള കണ്ണുകളാണെങ്കിലോ ഭക്തന്റെ നേർക്കും ലോകത്തെ
ഭക്തന്റെ നേർക്കുമുള്ള കാരുണ്യം കൊണ്ട് ആകുലമാണ്. കണ്ണുകളിലെ ആകുലഭാവം ജഗത്തിന്റെ നേർക്കുള്ള വാത്സല്യം കൊണ്ട്, അതായത് ഭക്തൻ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ ഒരു നനവ് വരുന്നുണ്ട്. അതായത് എൻ്റെ ഭക്തൻ വേദനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആകുലത നമുക്ക് ആ കണ്ണുകളിൽ ദർശിക്കാൻ സാധിക്കും. ഇനി കണ്ണുകൾക്ക് കീഴിലോ വടിവൊത്ത നാസികാപുടമുണ്ട്. അതിനെ സുനാസാപുടം എന്നാണ് പറയുന്നത്, സു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി അതിന് കീഴിലായിട്ട് ചുണ്ടുകൾ എപ്പോഴും ആർദ്രഹസിതം കൊണ്ട് ഉല്ലസിതാണ്. അതായത് സദാ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ട്. ശാശ്വതമായിട്ട് ഭഗവാന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ആ പുഞ്ചിരിയെ ഹാസോ ജനോന്മാദകരീചമായ എന്ന് ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. ഈ പുഞ്ചിരി കാണുന്നവരെ മതിപ്പിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ വീഴാത്ത ആണെങ്കിലോ മകരകുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രകാശം കണ്ണാടി പോലെ ആ മിനുമിനുപ്പുള്ള കവിൾത്തടങ്ങളെ പോലും ശോഭിപ്പിക്കുന്നു. ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലം എന്നാണ് പ്രയോഗം. അപ്പൊ ഗണ്ഡത്തിന്റെ ശോഭ കുണ്ടലങ്ങളുടെ പശ്ചാത്തലമായിട്ട് ശോഭയെ വർദ്ധിപ്പിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ കാതിൽ കിടക്കുന്ന കുണ്ടലങ്ങള് അതിന്റെ ശോഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കവിൾത്തടങ്ങൾ പോലും, ആ മിനുമിനുപ്പുള്ള കവിൾത്തടങ്ങൾ പ്രശോഭിക്കുന്നു എന്നാണ് പറയുന്നത്. കണ്ടോജ്വല കൗസ്തുഭം, കണ്ടത്തിൽ ഉജ്ജ്വല ശോഭയുള്ള കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്. ഈ കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം കണ്ടത്തിന്റെ പ്രകാശം കൊണ്ട് കൂടുതൽ ദീപ്തമായി, അതായത് ഭഗവാന്റെ കഴുത്തിനാണ് പ്രകാശം കൂടുതൽ. അതായത് കൗസ്തുഭരത്നത്തെക്കാൾ അദ്ദേഹത്തിന്റെ കണ്ഠമാണ് പ്രകാശിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി വനമാല്യ ഹാരപടല ശ്രീവത്സ ദീപ്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തിരുമാറ്, കാട്ടുപൂക്കളൊക്കെ ചേർത്ത് കെട്ടിയിട്ടുള്ള മാലയാണല്ലോ വനമാല. തുളസി കുന്ദ മന്ദാര പാരിജാത പ്രസൂനകൈ പഞ്ചബിർഗ്രതി ദാമാല വനമാല നിഗദ്യതേ എന്നാണ്. തുളസി, മുല്ല, പിച്ചി, പവിഴമല്ലി, മന്ദാരം ഇതൊക്കെ ചേർത്ത് കെട്ടിയിട്ടുള്ള മാലയാണല്ലോ വനമാല. ഈ വനമാലയോടൊപ്പം രത്നമുക്താദി മാലകളും ഭഗവാന്റെ നെഞ്ചിനെ അലങ്കരിക്കുന്നുണ്ട്. ഇതിന് പുറമെ സ്വാഭാവികമായിട്ടും ശ്രീവത്സം എന്ന മറുക് മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ശ്രീമത്തായ വത്സം എന്നും നമുക്ക് പറയാം. അതായത് മഹത്വത്തെ കുറിക്കുന്ന വെളുത്ത രോമങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള ചുഴി എന്നൊക്കെ പറയാം. അപ്പൊ വനമാലകളും രത്നഹാരങ്ങളും മുത്തുമാലകളും ശ്രീവത്സവും ചേർന്ന് പ്രകാശിക്കുന്ന അദ്ദേഹത്തിന്റെ നെഞ്ച്. ഈ രൂപത്തിൽ പ്രകാശോജ്വലമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ ഞാൻ ദർശിക്കുന്നു എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. ഓരോ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വർണ്ണനകളിലൂടെ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിയുന്നുണ്ട് ഇല്ലേ? അങ്ങനെ മനസ്സിനെ, അതായത് മറ്റ് പലതിലും വ്യാപൃതനായിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഈ ഒരു കേശാദിപാദ വർണ്ണന വളരെയധികം ഓരോ ഭക്തനും സഹായകമാവുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടും ദിവസവും ജപിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ശ്ലോകം നന്നായിട്ട് പഠിക്കുക, ദിവസവും പാരായണം ചെയ്യുക. ആദ്യത്തെ ദശകം മുഴുവനും പൂർത്തിയായി കഴിഞ്ഞു, അതും സ്ഥിരമായിട്ട് വായിക്കുക. ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.